നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ നഷ്ടമാണ് പോയ വാരത്തിൽ ഉണ്ടായത്. സെൻസെക്സ് ഏകദേശം 2000 പോയിന്റിലധികം താഴ്ന്നു. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരുന്നതും ഡോളർ കരുത്ത് നേടുന്നതുമാണ് വിപണിയെ സമ്മർദ്ദത്തിലാക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. റിസർവ് ബാങ്ക് വായ്പാ നയത്തിൽ പലിശകളൊന്നും കുറവ് വരുത്താതെ വിപണിയെ അമ്പരപ്പിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ചത്തെ തിരിച്ചടിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഇതാവുകയും ചെയ്തു. എന്താണ് വിപണിയിൽ സംഭവിക്കുന്നത്? അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിൽ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. പോയ വാരത്തിൽ വലിയ നഷ്ടമാണ് വിപണിക്ക് ഉണ്ടായത്. എല്ലാ ദിവസവും തിരിച്ചടിയുടെ അനുഭവങ്ങൾ തന്നെയായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലും വലിയ ഇടിവുണ്ടായി. പ്രധാനപ്പെട്ട സെക്ടറുകളെല്ലാം താഴോട്ട് പതിക്കുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും മിഡ് ക്യാപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ വലിയ നഷ്ടമുണ്ടാക്കി. നിക്ഷേപകർക്കും ഇതിൻ്റെ ആഘാതം ഉണ്ടാക്കിയത് ചെറുതൊന്നുമല്ല. എങ്ങനെയാണ് പോയ വാർത്ത താങ്കൾ കാണുന്നത്? ബിലാഷ്, ഈ വീക്ക് മാർക്കറ്റ് ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്കാണ് മൂവ് ചെയ്തത്. മൺഡേ നിഫ്റ്റി 11,035 നിന്നും ഫ്രൈഡേ 10,400ലേക്കാണ് ഷാർപ്പായിട്ടുള്ള ഫോൾ തന്നെയായിരുന്നു. 600 പോയിൻറ്റ്സിൻ്റെ ഡ്രോപ്പ്. ഇൻഡിവിജ്വലായിട്ട് പല സ്റ്റോക്കിലും ഇത് വിസിബിളായിരുന്നു. ഇതൊരു പ്രധാന റീസൺ ഒന്ന് ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ റൈഡ്, റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തു വന്നു. ഇത് മാക്രോ ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യാം, അത് ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യാം. ഈ ഒരു കൺസേൺ ആയിരുന്നു. രണ്ടാമത് US ബോണ്ട് ഈൽഡ് കൂടുന്നു, NBFC റിലേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ക്രൈസിസ്, ഇങ്ങനെ ഒട്ടനവധി ന്യൂസുകൾ മാർക്കറ്റിനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് സെൻട്രൽ മിനിസ്ട്രിയിൽ നിന്നും പെട്രോളിയം പ്രൈസിൻ്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്ത്. ഇത് വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒന്ന് എക്സൈസ് ഡ്യൂട്ടിയിലുള്ള കട്ട്, അത് എഗെയിൻ നമ്മളുടെ മാക്രോ ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് ഇത് വളരെ നെഗറ്റീവാണ്. ഒരു ₹1 അവർ ബെയർ ചെയ്യാന്നുള്ളത് ഡീറെഗുലേഷൻ മൂവ് ചെയ്തിരുന്നത്, അത് വീണ്ടും ബാക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി പോലും മാർക്കറ്റ് വിലയിരുത്തി. അതുകൊണ്ട് തന്നെയാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളാണ് ഫ്രൈഡേ ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തത്. ഫ്രൈഡേ മാത്രം ഓൾമോസ്റ്റ് 15 to 20% കറക്ഷനാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ സംഭവിച്ചത്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് വീക്കാണ്. നമുക്കറിയാം നിഫ്റ്റി ഓഗസ്റ്റ് 28-ന് 11,750 നിന്നുള്ള ഈ ഷാർപ്പ് വാളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു മാസത്തിന് ശേഷം 10,400 എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ മാത്രം വന്നിരിക്കുന്ന ഡ്രോപ്പ് 1,300 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതുപോലെ ഇൻഡിവിജ്വലായിട്ട് പല സ്റ്റോക്കും 30 to 40% കറക്ഷൻ നേരിട്ട പല സ്റ്റോക്കുകളും ഉണ്ട്. ഫ്രണ്ട് റൺ സ്റ്റോക്ക് കാരണം ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള സ്റ്റോക്കിൽ പോലും ഈ ഡീപ്പ് കറക്ഷൻ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ കറക്ഷൻ വളരെ പെയിൻഫുള്ളാണ്. കാരണം അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ വാല്യൂ ഇറോഡ് ചെയ്തു പോവുകയാണ്. അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും എല്ലാ സെക്ടറിലും എല്ലാ ഫണ്ടിലും ഇത് വിസിബിളാണ് എന്നുള്ളതാണ്. കാരണം ഇത് അക്രോസ് ദ സെക്ടർ എല്ലാ സെക്ടറിലും ഈ കറക്ഷൻ വിസിബിളായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പെയിൻഫുള്ളാണ്. ഫിയർ അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് എല്ലാം തന്നെ കണ്ടിന്യൂസ് താഴേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാൻ വരാനിരിക്കുന്ന ഇലക്ഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ, സെൻട്രൽ ഇലക്ഷൻ, ഇതൊക്കെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂലായിരുന്നു, അത് ഇപ്പോൾ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടെ വോളറ്റൈലാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ഒരു 2 മന്ത്സായിട്ട് മാർക്കറ്റ് വാച്ചിന് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതാണ്, മാർക്കറ്റ് വോളറ്റൈലായിരിക്കും, ഇൻവെസ്റ്റേഴ്സ് വളരെ കെയർഫുൾ ആകുക, അതോടൊപ്പം തന്നെ ഫുള്ളി ഇൻവെസ്റ്റഡ് ആകാതെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 1 മന്ത് ബാക്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ അഗൈൻ മാർക്ക് ചെയ്തു. ഇൻവെസ്റ്റേഴ്സ് വളരെ ഹാപ്പി ആയിരുന്നു. ആ റൈഡിൽ പോലും എല്ലാ സ്റ്റോക്കുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മ്യൂച്വൽ ഫണ്ട് എടുത്ത ചില ഡിസിഷൻ അല്ലെങ്കിൽ സെബി കൊണ്ടുവന്ന ചില റൂള്, ഇതൊക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് പെയിൻഫുള്ളായിരുന്നു. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഓൾറെഡി വലിയൊരു കറക്ഷൻ 40-50% കറക്റ്റ് ചെയ്ത സ്റ്റോക്കുകളുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ അഗെയിൻ ഒരു ബുള്ളിഷ് പാറ്റേണിലേക്ക് മൂവ് ചെയ്തു. നിഫ്റ്റി 1 മന്ത് ബാക്ക് 11,750 വന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. എന്നാൽ ആ സെക്ടറിലാണ് വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തത്. ഇപ്പോൾ ഈ കറക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് റൺ സ്റ്റോക്കുകളാണ്. ഇപ്പോൾ മാരുതിയും ഹീറോ മോട്ടോഴ്സും L&Tയും റിലയൻസും പോലെയുള്ള സ്റ്റോക്കുകളാണ് ഈ കറക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ഏത് ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്താലും അവരെല്ലാം തന്നെ ഈ ഒരു ലോസ് ബെയർ ചെയ്തിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നത് രാജ്യത്തിൻ്റെ ധനസ്ഥിതിയെ മാത്രമല്ല എണ്ണ കമ്പനികളെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. $100 ക്രൂഡ് ഓയിലിൻ്റെ വില എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. ഒരുപക്ഷേ 2019 തുടക്കത്തിൽ $100 ക്രൂഡ് ഓയിൽ വില എത്തും എന്നാണ് എല്ലാ വിപണി വിദഗ്ധരും ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ എണ്ണ കമ്പനികളുടെ അതിൻ്റെ സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും പൊതുമേഖല എണ്ണ കമ്പനികളടക്കം പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തന്നെ വിപണിയിലുണ്ട്. അവരുടെ സ്റ്റോക്കുകളിൽ ഏത് തരത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം തന്നെ
കേന്ദ്ര സർക്കാർ എണ്ണവില കുറയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ ഓയിൽ സെക്ടറിലാണ് വലിയ തിരിച്ചടി ഉണ്ടായത്. ഏകദേശം 13% ആ സ്റ്റോക്കുകളിൽ ഒറ്റ ദിവസം കൊണ്ട് ഇടിവുണ്ടായത്. എങ്ങനെയാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ സാധ്യതകളെ താങ്കൾ കാണുന്നത് വരും നാളുകളിൽ? അഭിലാഷ്, ഓൾറെഡി ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ കണ്ടിന്യൂസ് ഒരു കറക്ഷൻ മോഡിൽ തന്നെയായിരുന്നു. എന്നാൽ ഈ ഗവൺമെൻറ് ഈ അനൗൺസ്മെൻറ്റ് എക്സൈസ് ഡ്യൂട്ടി കട്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ₹1 കട്ട് ചെയ്യണമെന്നുള്ള ന്യൂസ് അതൊരു വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസീസും ബ്രോക്കറേജസും ഒക്കെ തന്നെ ഇവരെ ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ളൊരു പ്രധാന റീസൺ അത് തന്നെ. ഇപ്പോൾ IOC എടുത്താലും HPC എടുത്താലൊക്കെ തന്നെ എല്ലാം 50% കറക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ വാല്യുവേഷൻ ഫെയർ ആണ്. കാരണം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എല്ലാവരും ഹയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരാം. ഒരു പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി, പ്രത്യേകിച്ചും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി കുറയ്ക്കുന്നു, ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കുറയാനുള്ള സാധ്യത. ഇതൊരു പാനിക് സെല്ലിംഗ് ആണ്. കാരണം 39,000 crore പ്രോഫിറ്റ് പ്രതീക്ഷിച്ച ഈ കമ്പനി എല്ലാം കൂടി ഒരു 7,000 crore ഡ്രോപ്പ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ കൂടിയൊരു ഡ്രോപ്പിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഡീറെഗുലേഷനുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ബാക്കൗട്ട് ഉണ്ടാകുമോ എന്നുള്ളൊരു ന്യൂസാണ് ഇത്രത്തോളം ഫിയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ. എന്തായാലും ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. അതിൽ IOC ഒക്കെ വളരെ ഡീപ്പ് ഡിസ്കൗണ്ട് വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകരൊക്കെ തന്നെ വീണ്ടും ഒന്ന് ആവറേജ് ചെയ്യുന്ന നന്നായിരിക്കും. ഒരു കാര്യം വളരെ സത്യമാണ്, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ കറക്ഷൻ വളരെ പെയിൻഫുള്ളാണ്. കാരണം ഒരു പോയിന്റിലും സഹിക്കാൻ പറ്റുന്നതല്ല. കാരണം അത്രത്തോളം പല സ്റ്റോക്കിലും കറക്ഷൻ സംഭവിച്ചു. ഒരിക്കലും ഈ രീതിയിലൊരു കറക്ഷൻ ഒരിക്കലും മാർക്കറ്റ് പ്രതീക്ഷിച്ചുമില്ല. എന്തായാലും കറക്ഷൻ സംഭവിച്ചു. എഗെയിൻ വാല്യൂ ആവറേജിങ് അല്ലെങ്കിൽ പല സ്റ്റോക്കുകളും വളരെ ഫെയർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിൽ അവൈലബിൾ ആണ്. ആ സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ആവറേജിങ് നടത്താതിരിക്കുന്ന ഒരിക്കലും നല്ലതല്ല. കാരണം എഗെയിൻ കറക്ഷൻ വരാം. പക്ഷേ പേഷ്യൻസോടുകൂടി സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. ഒരിക്കലും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. ബാലൻസ് ഫണ്ട് മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. വായ്പാ വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ICIC ബാങ്കിനെ പിടിച്ചുകുലുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ചന്ദ്ര കൊച്ചാർ ഒടുവിൽ സ്ഥാനമൊഴിയുന്നു. എന്താണ് ICIC ബാങ്കിൽ ഇനി സംഭവിക്കാൻ സാധ്യത? ചന്ദ്രയ്ക്ക് ശേഷം ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റങ്ങൾക്ക് സാധ്യത താങ്കൾ കാണുന്നുണ്ട്? പ്രത്യേകിച്ചും ഈ ഓഹരി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായിട്ടാണ് ICIC ബാങ്കിനെ നമ്മൾ നേരത്തെ മുതൽ തന്നെ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. എങ്ങനെയാണ് ഇനി ICIC ബാങ്കിൻ്റെ സാധ്യതകളെ താങ്കൾ വിലയിരുത്തുക? ICIC ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല. ഈ ന്യൂസ് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. കാരണം ഇതുവരെ നിലനിന്നിരുന്ന ഒരു ന്യൂസിന് ക്ലാരിറ്റി വന്നു എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. ചന്ദ്ര കൊച്ചാർ പോകുന്നു, അത് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യമാണ്. സന്ദീപ് ബക്ഷി എന്തായാലും ചാർജ് എടുക്കുന്നു. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. കാരണം കഴിഞ്ഞ എനിക്കൊന്ന് 10-30 വർഷമായിട്ട് ICIC ബാങ്കിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനത് വളരെ നന്നായി ഈ ICIC ബാങ്കിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. എന്തായാലും ICIC ബാങ്കിനെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെയാണ് റേറ്റിംഗ് ഏജൻസീസ് ഇവരുടെ റേറ്റിംഗ് ഇൻക്രീസ് ചെയ്യുന്നതും. ഓൾറെഡി എല്ലാ നെഗറ്റീവ്സും ICIC ബാങ്കിനെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് ചെയ്തു. അപ്പോൾ മറ്റ് ബാങ്കുകളുമായിട്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ നേരത്തെ വന്ന NPA കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ ഒക്കെ തന്നെയായിരുന്നു. എന്നാൽ ആ നെഗറ്റീവ് ന്യൂസ് എല്ലാം തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ രീതിയിൽ ഇത്രത്തോളം സ്റ്റോക്കിൽ ഒരു ഓവറോൾ നിഫ്റ്റിയിലും സെൻസെക്സിലും കറക്ഷൻ വന്നിട്ട് പോലും ICIC ബാങ്കിൽ ഒരു കറക്ഷൻ വരാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ ഇതിൻ്റെ വാല്യൂ ഫെയർ വാല്യൂ എന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ട് തന്നെയാണ്. എന്തായാലും ICIC ബാങ്ക് ലോങ് ടേം വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ തന്നെയാണ്. അതിനകത്തൊരു ഫിയറിൻ്റെ ആവശ്യമില്ല അഭിലാഷ്. ഇപ്പോഴത്തെ പുതിയ മാനേജ്മെൻറ്റിന് തീർച്ചയായിട്ടും പുതിയ ഉയരങ്ങളിലേക്ക് ബാങ്കിനെ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ശ്രീ ഭുവനേന്ദ്രൻ, നമ്മൾ നേരത്തെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഏകദേശം 2000 പോയിൻറ്റിൻ്റെ നഷ്ടമാണ് സെൻസെക്സിന് ഈ ആഴ്ച ഉണ്ടായത്. വലിയ തോതിലൊരു ചാഞ്ചാട്ടം വിപണിയിൽ ഉണ്ടാകുന്നു. വരും നാളുകളിലും ഈ ചാഞ്ചാട്ടം തുടരാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ചും ക്രൂഡ് വില ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഡോളർ കരുത്ത് നേടുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോവുകയാണ്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ വരാൻ പോകുന്നു. പൊതു തെരഞ്ഞെടുപ്പ് മെയ്യിലും ഉണ്ടാകും. ഇതെല്ലാം വലിയ തോതിലൊരു സമ്മർദ്ദം സ്വാഭാവികമായിട്ടും വിപണിയിലും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിക്ഷേപകർ സ്വീകരിക്കേണ്ടത്? തീർച്ചയായിട്ടും അഭിലാഷ്, നമ്മൾ ഈ എപ്പിസോഡിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ പല സ്റ്റോക്കും വളരെ ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. എന്നാൽ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കമ്പനിയിൽ ഇഷ്യൂ ഉണ്ടായിട്ടല്ല ഈ സ്റ്റോക്കിലൊക്കെ കറക്ഷൻ സംഭവിച്ചിരിക്കുന്നു. നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ആണെങ്കിൽ അതിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ കറക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പാർട്ടാണ്.
ഇതിനു മുമ്പത്തെ വർഷങ്ങളിലും ഈ ഇയറിലും ഈ കമ്മിങ് ഇയറിലും സംഭവിക്കാം, കറണ്ട് ഇയറിലും സംഭവിക്കുന്നുണ്ട്. അത് നമ്മളതിൻ്റെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ പല സ്റ്റോക്കുകളും വളരെ ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള സ്റ്റോക്കിൽ തന്നെയാണ് കറക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓരോ സ്റ്റോക്ക് എടുത്താലും നമുക്കത് വിസിബിളാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ MRFൻ്റെ ഒരു ചാർട്ട് എടുക്കുകയാണെങ്കിൽ MRF 7,400 നിന്നാണ് ഈ സ്റ്റോക്ക് 74,000 നിന്നാണ് ഒരു 5-6 മന്ത്സ് ബാക്ക് വീണ്ടും അത് റൈഡ് സംഭവിച്ച് 81,000 ലെവൽ വരെ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. MRFനെ സംബന്ധിച്ച് വളരെ പ്രോഫിറ്റബിലിറ്റി കണ്ടിന്യൂസ് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുത്തൊരു സ്റ്റോക്കാണ്. ഇത് 5,000, 10,000, 15,000, 20,000 ഇങ്ങനെയാണ് റൈഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ 30,000 അഗൈൻ ഈ സ്റ്റോക്ക് 20,000 മൂവ് ചെയ്തിട്ടുണ്ട്. 40,000 നിന്ന് ഈ സ്റ്റോക്ക് വീണ്ടും 26,000 കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ലാസ്റ്റ് വന്നിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 81,000 ആണ്. ആ 81,000 നിന്നും ഈ സ്റ്റോക്ക് ഇപ്പോൾ 60,000 ബിലോയിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം സ്പെസിഫിക് ആയിട്ട് MRFൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്പെസിഫിക് ആയിട്ട് ഈ കമ്പനിയിൽ ഒരു ഇഷ്യൂ ഇല്ല. ഇത് ഗ്ലോബലി സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ടാണ് ഈ സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ FISൻ്റെ വിഡ്രോവൽ, FIS കണ്ടിന്യൂസ് വിഡ്രോവൽ സൈഡിലാണ്. അതിൻ്റെ റീസണൊക്കെ തന്നെ. അപ്പോൾ MRF നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ MRF വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു 25% ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഡിസ്കൗണ്ട് സെയിൽ നടക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഗ്രീഡി ആകേണ്ട സമയമാണ്. വളരെ ഫെയർ വാല്യൂലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിൽ പല സ്റ്റോക്കുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഈ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് വളരെ വിസിബിളാണ്. ഈ ചാർട്ട് നന്നായിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ. കാരണം എഗൈൻ 60,000 ബിലോയിലേക്ക് മൂവ് ചെയ്തു. ഒരു പുതുതായി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ന്യൂ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി അവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ എഗൈൻ നമ്മൾ ഹീറോ മോട്ടോർ കോർപ്പ് എടുക്കുകയാണെങ്കിൽ ഇതേ സ്ഥിതി തന്നെ 3,790 ടു ഓൾമോസ്റ്റ് 3,800 നിന്നുമാണ് ഈ സ്റ്റോക്ക് എഗെയിൻ കറക്റ്റ് 2,600 കറക്റ്റ് ചെയ്താൽ 30% കറക്ഷനാണ് ഹീറോ മോട്ടോർ കോർപ്പിൽ വന്നിരിക്കുന്നത്. നമ്മളുടെ മിനിമം സപ്പോർട്ട് പ്രൈസ്, റൂറൽ കൺസംപ്ഷൻ, ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പോപ്പുലേഷനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹീറോ മോട്ടോർ കോർപ്പ് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ആ സ്റ്റോക്ക് കഴിഞ്ഞ ജനുവരിയിലെ 3,800 നിന്നും ഇന്ന് 2,700 ബിലോ അവൈലബിൾ ആണ്. അതാണ് ആ സ്റ്റോക്കിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കറക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പാർട്ടാണ്, അല്ലെങ്കിൽ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാർട്ടാണ്. അതിനകത്തൊരു ഫിയറിൻ്റെ ആവശ്യമില്ല. ഇനിയും ഇത് സംഭവിക്കാം നമ്മൾ. അപ്പോൾ നമ്മൾ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കുന്നത്. ഈ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓരോ ഹയർ വാല്യൂയിലേക്ക് പോകും, വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യും, വീണ്ടും എഗൈൻ സ്റ്റോക്ക് റൈഡ് സംഭവിക്കും. കാരണം സ്റ്റോക്കിൻ്റെ സെയിൽസ്, സ്റ്റോക്കിൻ്റെ റിസൾട്ട്, കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്താൽ ഇത് വിസിബിളാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു പോയിന്റിലും ഫിയറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. എഗൈൻ നമ്മൾ മാരുതിയിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മാരുതി ഒരവസരത്തിൽ 10,000 വരെ മൂവ് ചെയ്തു. എഗൈൻ അത് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. നമുക്ക് ഡിമോണിറ്റൈസേഷൻ സമയത്ത് നമുക്ക് അറിയുന്നതാണ് 6,300 നിന്നാണ് ഈ സ്റ്റോക്ക് 4,800 മൂവ് ചെയ്തു. ദെൻ ഒരു വർഷത്തിന് ശേഷം എന്ത് സംഭവിച്ചു? അത് എഗൈൻ 8,500 മൂവ് ചെയ്തു. എഗൈൻ 6,500 വന്നു. എഗൈൻ റീസെൻ്റ് ആയിട്ട് 10,000 എബോവ് പോയ സ്റ്റോക്ക് വീണ്ടും 8,000 മൂവ് ചെയ്തു. എഗൈൻ ഈ സ്റ്റോക്ക് 10,000 റൈഡ് ചെയ്തു. വീണ്ടും വന്നിരിക്കുന്നൊരു കറക്ഷനാണ് 10,500 നിന്നുമാണ്, അല്ലെങ്കിൽ 10,000 നിന്നുമാണ് ഇപ്പോഴത്തെ നമ്മൾ 7,000 ബിലോയിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. മാരുതി എന്ന് പറയുന്നത് അവരുടെ സെയിൽസ് ഫിഗർ, അവരുടെ മോഡൽ, അതിൽ ഗ്ലോബലി പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അത് കൺസിഡർ ചെയ്യുമ്പോൾ ഈ റൈഡിൽ മിസ്സായവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പുതുതായി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നവരെ സംബന്ധിച്ച് മാരുതി 30% ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. അതുതന്നെയാണ് സ്റ്റോക്കിനെ സംബന്ധിച്ച് എൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ L&Tയിലേക്ക് ഫോക്കസ് ചെയ്താലും L&Tയിലും റിലയൻസ് ഇൻഡസ്ട്രീസിലും ഇത്രത്തോളം ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തില്ല. L&Tയിൽ ഒരു 15% കറക്ഷൻ സംഭവിച്ചു. അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിലും ഇതേ കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. കാരണം ജിയോയ്ക്ക് ശേഷം വലിയൊരു റൈഡാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ റിലയൻസിലൊരു 15 to 18% കറക്ഷൻ, L&Tയിലും അതുപോലെ 18% കറക്ഷൻ, ഹീറോ മോട്ടോർ കോർപ്പ് 30%, മാരുതി 30% കറക്ഷൻ, MRF 25% കറക്ഷൻ. ഇങ്ങനെ നമ്മൾ ഓരോ ഇൻഡിവിജ്വലായിട്ട് സ്റ്റോക്കുകൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഓൾമോസ്റ്റ് 50% കറക്ഷൻ, HPCL ONGC റിലേറ്റഡ് ആയ ന്യൂസ് കൊണ്ട് 60% കറക്ഷൻ വിസിബിളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഡീപ്പ് ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. ഈ സ്റ്റോക്കിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുന്നതായിരിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. 11,750 എഗെയിൻ സ്റ്റോക്ക് മാർക്കറ്റ് എഗെയിൻ കറക്ഷൻ സംഭവിക്കുന്നു, എഗെയിൻ റൈഡ് സംഭവിക്കുന്നു, എഗെയിൻ റൈഡ് സംഭവിക്കുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ വീക്ക് തന്നെ നമുക്കൊരു 11,035 നിന്നുമാണ് 10,400 കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ August 28 11,750 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്ത നിഫ്റ്റിയാണ്
ഇന്ന് 10,400 കറക്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് സ്റ്റോക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കിലും കറക്ഷൻ സംഭവിക്കുന്നുണ്ട്, നിഫ്റ്റിയിലും ഈ വോളറ്റിലിറ്റി വിസിബിളാണ്. എഗെയിൻ എന്താ സംഭവിക്കുക, നിഫ്റ്റി ഈ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യയുടെ എക്കണോമിക് സിറ്റുവേഷൻ തന്നെയാണ്, ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത്. എന്നാൽ ഇന്ന് ചെറിയ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് നമ്മൾ വരാനിരിക്കുന്ന ഇലക്ഷൻ തന്നെയാണ്. അപ്പോൾ കമ്മിങ് 6 to 9 months എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. അതോടൊപ്പം തന്നെ വോളറ്റൈലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഡെലിവറി ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് പല സ്റ്റോക്കുകളും മൂവ് ചെയ്യുമ്പോൾ അത് ബൈങ് സൈഡിൽ നിൽക്കുക എന്നുള്ള സ്ട്രാറ്റജിയും റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്തു പോകുന്ന സ്ട്രാറ്റജി ഈ മന്ത് 2018 ജാനുവരി മുതൽ ഞാൻ പറയുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ്. കാരണം സ്റ്റോക്ക് ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യും, ബൈങ് സൈഡിൽ നിൽക്കുക, റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്തു പോകുക. കാരണം ഓരോ സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുത്താലും ഇത് വിസിബിളാണ്. കാരണം കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യും, റിലീഫ് റാലി സംഭവിക്കും, എഗൈൻ സ്റ്റോക്ക് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഒരു 4 to 6 times നമുക്ക് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ മാർക്കറ്റിൽ വളരെ കെയർഫുള്ളായിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം. പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ച്, വരാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. ഇനി ഈ ആഴ്ച ലഭിച്ച കത്തിലേക്ക് പോകാം. നിരവധി സ്റ്റോക്കുകളുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സ്റ്റോക്കുകളുടെ സാധ്യതകളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ധനലക്ഷ്മി ബാങ്ക്, FCC, HCL ടെക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, പേജ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഈ കത്തിൽ പറയുന്നത്. അഭിലാഷ്, ഈ പോർട്ട്ഫോളിയോ എല്ലാം നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിൽ ധനലക്ഷ്മി ബാങ്ക് അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ടല്ല. പക്ഷേ ഇതുപോലെ ഒരു കറക്ഷന് ശേഷം ഈ സ്റ്റോക്കിലും ഒരു റൈഡ് സംഭവിച്ചിരുന്നു. അതിന് അവരുടെ പ്രോഫിറ്റബിലിറ്റി, കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ തന്നെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോഴും ഈ ലെവലിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ. പക്ഷേ വളരെ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്ക് ഇപ്പോൾ ധനലക്ഷ്മി ബാങ്ക് വേണോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പ്രിഫർ ചെയ്യുക സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ വീക്ക് ആ സ്റ്റോക്ക് കുറച്ചൊരു ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്തു. 14 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് ധനലക്ഷ്മി ബാങ്കിനേക്കാളും നല്ലത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ധനലക്ഷ്മി ബാങ്ക് എഗൈൻ സപ്പോർട്ട് 10, റെസിസ്റ്റൻസ് 17 ആണ്. അതുപോലെ തന്നെ ഹൈ 30, ഏറ്റവും ലോവർ ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ധനലക്ഷ്മി ബാങ്ക് ഒരു സേഫ് പിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദെൻ ACC ഇപ്പോഴത്തെ രീതിയിൽ വലിയൊരു കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടില്ല. 1420, 1700 ആണ് റെസിസ്റ്റൻസ്. ഇപ്പോൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 15% കറക്ഷൻ മാത്രമേ ACCയിൽ സംഭവിച്ചുള്ളൂ. ഒരു ലോങ് ടൈം ബെറ്റാണ് ACC. കാരണം ഇന്ത്യയുടെ അഫോർഡബിൾ ഹൗസിങ്, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, പക്ഷേ ഇത് കൺസിഡർ ചെയ്യുമ്പോഴും നമ്മുടെ വരാനിരിക്കുന്ന ഇലക്ഷനൊക്കെ തന്നെ ഒരു നെഗറ്റീവ് തന്നെയാണ്. അതിൻ്റെ വിസിബിലിറ്റി എന്താണോ അതിനനുസരിച്ച് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വരുന്ന ഇലക്ഷൻ ആയിരിക്കാം മാർക്കറ്റ് ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം. വൺസ് ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവായിട്ടുള്ള വിസിബിലിറ്റി വരികയാണെങ്കിൽ നമ്മളിത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ റൈഡ് സംഭവിക്കും. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോവുക, അതിൻ്റെ വാല്യുവേഷൻ കൺസിഡർ ചെയ്ത് ലോങ് ടൈം വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കുന്നത്. ACCയെ സംബന്ധിച്ച് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 1420 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. അതൊരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. 1700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. 1856 ആണ് ഈ സ്റ്റോക്കിൽ ഓൾ ടൈം ഹൈ. അതുപോലെ 1255 ആണ് ഇയർലി ലോയുടെ അടുത്താണ് ഇപ്പോഴും അഗൈൻ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ദെൻ HCL ടെക് ആണ് IT സെക്ടറിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. 1000 and 1240 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. 1000 ലെവൽ. IT ഒക്കെ ഓൾ ടൈം ഹൈയുടെ അടുത്താണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. പല സ്റ്റോക്കും മറ്റ് സെക്ടറുകളൊക്കെ തന്നെ 30% കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ IT സെക്ടറൊക്കെ തന്നെ ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അത് ഒന്ന് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകുന്നു. US-ൻ്റെ എക്കണോമിക് ഗ്രോത്ത് വീണ്ടും എക്സ്പോർട്ട് കൂടാനുള്ള പോസിബിലിറ്റി. ഫാർമ കമ്പനിയെ സംബന്ധിച്ചും IT കമ്പനികളെ സംബന്ധിച്ചും ഇത് വളരെ പോസിറ്റീവ് തന്നെ. റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകുന്നത് ഇവരെ സംബന്ധിച്ച് പ്രോഫിറ്റ് മാർജിൻ കൂടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ HCL ടെക്കിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് 1000 ആണ്. 1240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിളാണ്, ഫെയർ വാല്യൂലാണ്. പക്ഷേ വലിയൊരായിട്ട് നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ പ്രതീക്ഷിക്കേണ്ട. എങ്കിലും 20 ലെവലിലേക്ക് മാർക്കറ്റിൽ ഒരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ 20 ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഇമ്മീഡിയറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. 3475 ആണ് സ്റ്റോക്കിൽ ഓൾ ടൈം ഹൈ. ലോ റീസെൻ്റ് ആയിട്ട് വന്നിട്ട് 12 രൂപ 80 13 rupees വരെ കറക്റ്റ് ചെയ്തിരുന്നു. 3475 നിന്നാണ് ഈ വർഷം
ഈ സ്റ്റോക്ക് ഇത്രത്തോളം ഡീപ്പ് കറക്ഷൻ മോഡലിലേക്ക് മൂവ് ചെയ്തത്. ദെൻ പേജ് ഇൻഡസ്ട്രീസ് ആണ്. പേജ് ഇൻഡസ്ട്രീസ് വളരെ ഫെമിലിയർ ആണ്, പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. 29,000 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട്. അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോറി തന്നെയാണ്. വളരെ നല്ല സെയിൽസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ തന്നെയാണ് പേജ് ഇൻഡസ്ട്രീസ്. 34,000 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഗോദ്രേജ് കൺസ്യൂമർ അടുത്തൊരു ബെറ്റാണ്. ഗോദ്രേജ് കൺസ്യൂമർ 670 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. 979 വരെ പോയ സ്റ്റോക്കാണ്, ഈ വർഷം ഹൈ പോയ സ്റ്റോക്കാണ് ഈ ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അഗൈൻ 670 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട്സാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 979 ആണ് ഹൈ, 601 ആണ് ഇയർലി ലോ. ആ ഇയർലി ലോയുടെ അടുത്തേക്ക് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ACC, HCL Tech, പേജ് ഇൻഡസ്ട്രീസ് ആൻഡ് ഗോദ്രേജ് കൺസ്യൂമർ, ഈ 5 സ്റ്റോക്ക് ലോങ് ടൈം വ്യൂവിൽ മറ്റ് ഇൻവെസ്റ്റേഴ്സിനും ഈ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ അഡ്വൈസബിൾ ആണ്. വളരെ നന്ദി ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഇനി മാർക്കറ്റ് വാച്ചിൽ ബിഗിനേഴ്സ് ഗൈഡാണ്. ഈ ആഴ്ച നിക്ഷേപത്തിന് അനുയോജ്യമായ ഒരു പ്രധാനപ്പെട്ട ഓഹരിയും ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുമാണ് ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് ഒരു ന്യൂ ഫണ്ട് ഓഫറാണ്. ആക്സിസ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്. ഇന്ത്യയിലും ഗ്ലോബൽ മാർക്കറ്റിലുമുള്ള കമ്പനീസിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 70% ഇന്ത്യൻ കമ്പനീസിലായിരിക്കും. അതിൽ 30 മുതൽ 35% വരെ ലാർജ് ക്യാപ് സ്റ്റോക്സിലും 35 മുതൽ 40% വരെ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് പിടിച്ചെടുക്കാൻ പറ്റാത്ത ആഗോള അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ ഫണ്ട് ചെയ്യുന്നത്. പ്രധാനമായും ഗ്ലോബൽ ബ്ലൂ ചിപ്പ് സ്റ്റോക്സായ ആമസോൺ, ആൽഫബറ്റ്, FB, ആലിബാബ എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇൻഫർമേഷൻ ടെക്നോളജി, ഫിനാൻഷ്യൽസ്, കൺസ്യൂമർ ഡിസ്ക്രിഷണറി, ഹെൽത്ത് കെയർ എന്നീ ടോപ്പ് സെക്ടേഴ്സിൽ ആണ് ആഗോളതലത്തിൽ നിക്ഷേപിക്കുന്നത്. USA, ചൈന എന്നീ രാജ്യങ്ങളിൽ വളരെ നല്ല ഇക്കണോമിക് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലും രൂപയുടെ മൂല്യം ഇപ്പോൾ കുറയുന്ന സാഹചര്യത്തിലും ഈ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്ന ഒന്നാണ്. NFO ഇഷ്യൂ ഒക്ടോബർ 1 ഓപ്പൺ ചെയ്തു. ക്ലോസ് ചെയ്യുന്നത് ഒക്ടോബർ 15. ഇന്ത്യയുടെ ലാർജസ്റ്റ് പാസഞ്ചർ കാർ കമ്പനിയായ മാരുതി സുസുക്കി ലിമിറ്റഡ് ആണ് ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത്. 48% ഇവരുടെ മാർക്കറ്റ് ഷെയർ. എൻട്രി ലെവൽ കാറായ മാരുതി ഓൾട്ടോ മുതൽ ഹാച്ച്ബാക്കായ റിറ്റ്സ്, സ്വിഫ്റ്റ്, സെഡാൻസിൽ ഡിസയർ, SX4 കൂടാതെ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസുമാണ് ഇവർക്കുള്ളത്. എല്ലാ കാർ സെഗ്മെൻറ്റ്സിലും വളരെ നല്ല ഡിമാൻഡാണ് കമ്പനിക്കുള്ളത്. ഇവരുടെ പുതിയ സ്വിഫ്റ്റ് 45 ദിവസത്തിൽ 1 ലക്ഷം യൂണിറ്റാണ് വിറ്റഴിച്ചത്. സ്റ്റീലിൻ്റെ വില കൂടുതലാണെങ്കിലും മറ്റു കമ്മോഡിറ്റി വിലകൾ സ്റ്റേബിൾ ആയതിനാൽ ഇപ്പോഴത്തെ കപ്പാസിറ്റി വെച്ച് തന്നെ കമ്പനിക്ക് മാർക്കറ്റിലെ ഡിമാൻഡ് നികത്താനാവും. ഈ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടറിൽ റോയൽറ്റി എക്സ്പെൻസസ് സെയിൽസിൻ്റെ 5.5% ആണ്. ഇവരുടെ കാറുകളുടെ വെയിറ്റിംഗ് പീരീഡ് വളരെ കുറവായിട്ടുണ്ട്. അതുകൂടാതെ കമ്പനിയുടെ 1/3 കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റൂറൽ സെയിൽസ് ഇനിയും കൂടാനാണ് സാധ്യത. ഇപ്പോൾ സ്റ്റോക്ക് വളരെ ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. കേരള ഫ്ലഡ്സും ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ വ്യക്തത വരാത്തതും കമ്പനിക്ക് നെഗറ്റീവ് ആണെങ്കിലും വരും കാലങ്ങളിൽ സെയിൽസ് കൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇപ്പോൾ ഈ സ്റ്റോക്ക് ബൈയിങ്ങിന് പരിഗണിക്കാവുന്നതാണ്. മാരുതി സുസുക്കി ലിമിറ്റഡ് കറന്റ് മാർക്കറ്റ് പ്രൈസ് 6,826 rupees, 2019 ടാർഗറ്റ് പ്രൈസ് 10,420 rupees. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ investment@asiananews.in എന്ന വിലാസത്തിൽ അയയ്ക്കുക. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.